പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടമുഖം എന്ന് പറയുന്നത് മീഡിയ വണ്ണ ചീത്ത വിളിക്കുക, മീഡിയ വണ്ണ ആക്രമിക്കുക, ഭത്സിക്കുക, അങ്ങേറ്റം മോശമായ അശ്ലീലമായ അരാഷ്ട്രീയമായ പദപ്രയോഗങ്ങൾ. എത്രത്തോളം ഞാൻ ഇന്ന് കണ്ട് ഇവരുടെ ഒരു ഹാൻഡിൽ എഴുതിയിരിക്കുന്നത് വിദേശ കള്ളപ്പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചാനൽ എന്ന്. എന്ത് തന്നെയാലും SDP പോലൊരു സംഘടന ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുക, കേന്ദ്ര ഭരണകൂടം മീഡിയ വണ്ണിനെ നിരോധിക്കുമ്പോൾ അപ്പോൾ പോലും ഉന്നയിച്ചിട്ടില്ലാത്തൊരു ആരോപണം. ആ നിലക്ക് SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സാമാന്യമായി ഷെയർ ചെയ്യുന്ന അടിസ്ഥാന രാഷ്ട്രീയത്തെ പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള അങ്ങേയറ്റം ജുഗുത്സാഹമായിട്ടുള്ള, അങ്ങേയറ്റം അരാഷ്ട്രീയമായിട്ടുള്ള, അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞ കമൻറ്റുകളും പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുമായിട്ട് നിറം കളഞ്ഞാടുകയായിരുന്നു ഈ ടീം മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ടീം എന്ന് പറയുമ്പോൾ അവരുടെ സൈബർ പോരാളികൾ മാത്രമല്ല, ഉത്തരവാദപ്പെട്ട ലീഡർഷിപ്പുള്ള ആളുകൾ വരെ മാധ്യമത്തെ വിമർശിക്കുക, മീഡിയ ആണ്. പക്ഷേ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹി എഴുതിയത് മാധ്യമത്തിനെതിരായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ സേട്ടു സാഹിബിനെ വഴിയാധാരമാക്കി നിന്നുണ്ട്. സേട്ടു സാഹിബ് വഴിയാധാരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു എന്ന് SDP നേതാവ് വിചാരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മനുഷ്യൻ SDP മുന്നോട്ട് വെക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ അബൂബക്കർ അടക്കമുള്ള ഈ പാർട്ടിയെ സ്ഥാപിച്ചെടുത്തിട്ടുള്ള നേതാക്കന്മാർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെക്കുറിച്ച് പോലും സാമാന്യ ധാരണയില്ലെന്നുള്ളതാണ്. അപ്പം ഈ SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ പോലും റദ്ദ് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള അങ്ങേയറ്റം വിഷലിപ്തമായ ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു മുൻകൈ എന്ന് പറയുന്നത്. ഇതൊരു ക്രൈസിസ് ആകാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആകാം. ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാകും, ഒരു പാർട്ടി, ആ പാർട്ടിയുടെ അണികളാകട്ടെ, നേതൃത്വമാകട്ടെ, അതെങ്ങനെയാണ് എന്താണ് ഈ ദാവൂദിനും അതുപോലെ തന്നെ മീഡിയ വണ്ണിനൊക്കെ പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? വല്ലാതെ പ്രകോപനം കൊള്ളുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ 2-3-4 ദിവസമായിട്ട് മീഡിയ വണ്ണൊക്കെ ഓവർ ടൈം എടുക്കുകയാണ്. SDP പിന്നാലെ ഇങ്ങനെ ഓവർ ടൈം എടുത്തുകൊണ്ട് പോവാണ്. ഇപ്പോൾ മീഡിയ വണ്ണിനെതിരെ പറയലാണ് SDP ആ ഒരു എന്താ പറയുക വലിയ പോരാട്ടം എന്നൊക്കെയുള്ള രീതിയിൽ തെറി പറയലാണ്. നിലവാരം ഇത്രത്തോളം കുറഞ്ഞു പോവുക എന്ന് പറയുന്നത് വല്ലാതെ കഷ്ടമല്ലേ? മീഡിയ വണ്ണിനെതിരെ അങ്ങനെ പറയാൻ പാടില്ലാത്തൊരു ചാനലൊന്നും ഇല്ല. എല്ലാ ചാനലിനെതിരെ ഏതെങ്കിലും രീതിയിൽ വാർത്തകളൊക്കെ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറിച്ചിട്ട് സ്വാഭാവികമാണ്. അതൊരു SDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു എതിർപ്പാണ്, ഏതെങ്കിലും ഒരു പ്രസ്താവനയാണ്. നേതൃത്വങ്ങൾ എന്താ പറയുക ഒരു പ്രസ്താവന ഇറക്കുന്നത് പോലെയൊക്കെ കണ്ടിട്ടാണ് എന്തെങ്കിലും ദാവൂദ് സംസാരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ തോന്നുന്നത്? സത്യം പറഞ്ഞാൽ ഈ മീഡിയ വണ്ണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് UDFൻ്റെ ഒരു PR വർക്കല്ലേ ചെയ്യുന്നത്, അല്ലാന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ SDP ഉത്തരവാദപ്പെട്ട ആൾക്കാരൊക്കെ ചിലപ്പോൾ ചിലയിടങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മഞ്ചേശ്വരത്ത് ആ ഒരു മത്സരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന MK അഷ്റഫ്, അയാൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് PR വർക്ക് ചെയ്യുന്നു എന്നൊക്കെ. ഇല്ലാതെ ഇതിൻ്റെ പിന്നാലെ SDP പോയിട്ടുണ്ടോ? ഉത്തരവാദപ്പെട്ട നേതൃത്വങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ? അപ്പോൾ ദാവൂദിനെ പോലെയുള്ള ആൾക്കാർ ഇത്ര തരംതാണ് പോകുന്നത് എന്താണ്? പൊതുവെ നമ്മൾ ഇവരെയൊക്കെ എന്താ പറയുക വീഡിയോകളൊക്കെ കാണുന്നതാണ്, എന്തെങ്കിലുമൊക്കെ നിലവാരമുള്ള രീതിയിൽ പറയുമെന്നൊക്കെ കരുതിയിട്ട് കാണുന്ന. പക്ഷെ ഇത്ര ചീപ്പായുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് അല്ലേ? ഇത്രയേ ഉള്ളൂ എന്നുള്ളത് വലിയ എന്തോ ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. SDP അല്ലെങ്കിൽ SDP സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും പ്രൊഫൈലിലുള്ള ആൾക്കാർ എന്തോ ഒരു വല്ലാതെ എന്തോ പറഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞു കഴിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഞ്ചേശ്വരത്ത് SDP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. ഈ കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ ഈ പറയുന്ന മഞ്ചേശ്വരം മാത്രമാണോ BJP ജയിക്കാൻ സാധ്യതയുള്ളത്? നമുക്ക് പരിശോധിക്കും. ദാവൂദിനൊന്നും തീരെ വിവരവും ബുദ്ധിയും ഇല്ലാത്ത ആളല്ലല്ലോ. ഇനി അതല്ലെങ്കിൽ ഈ 140 മണ്ഡലങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയാത്ത ആളൊന്നുമല്ലല്ലോ. ഒരുപാട് മണ്ഡലങ്ങളിൽ BJP സെക്കൻഡ് ഉണ്ട് അല്ലേ, UDF തേർഡ്. ദാവൂദൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി പറയുന്നത് കണ്ടിട്ടുണ്ടോ? മീഡിയ വൺ ഓവർ ടൈം എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? അപ്പോൾ മീഡിയ വണ്ണിൻ്റെയും ദാവൂദിനെ പോലെയുള്ള ആൾക്കാരുടെയൊക്കെ താല്പര്യം എന്താണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതൊക്കെ എന്താ പറയുക കെട്ടടങ്ങി അല്ലേ? അവിടെ ഈ SDP സ്ഥാനാർത്ഥിയെ പിൻവലിക്കലോടുകൂടി കെട്ടടങ്ങിയപ്പോൾ പിന്നെയും എന്ത് ചെയ്യാൻ പാർട്ടിക്ക് നേരെ വരികയാണ്. അതാണ് സങ്കടം. ദാവൂദിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ SDP എന്ത് ചെയ്യണം വല്ലാതെ യുദ്ധം ചെയ്യുന്ന മീഡിയ വണ്ണിനെതിരെ. മീഡിയ വണ്ണ് ചെയ്ത ആ ഒരു തമ്മാടിത്തരം, ആ തമ്മാടിത്തരം തന്നെയാണ് ഒരു പാർട്ടിയെ ടാർഗറ്റ് ചെയ്തിട്ട് വളരെ മോശമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലേ? നമുക്കറിയാലോ അവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പറ്റി ദാവൂദ് എന്താ പറഞ്ഞത്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഷ്റഫ് ബഡാജെ എന്ന പേരിൽ മത്സരിച്ച കക്ഷിയാണ് ഇത്തവണ MK അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് KM അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് മത്സരരംഗത്ത് വരുന്നത്. അതെന്തിനത്? അത് ആളുകൾ സംശയിക്കുമല്ലോ. അഷ്റഫ് ശ്രീ KM അഷ്റഫ്, താങ്കൾ കേൾക്കാമോ? കേൾക്കാം പറയൂ. ഗുഡ് മോർണിംഗ് ശ്രീ KM അഷ്റഫ്. താങ്കൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അഷ്റഫ് ബഡാജെ എന്ന പേരിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇക്കുറി എന്തുകൊണ്ടാണ് KM കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല? ഇല്ല. അങ്ങ് ഇതുവരെ മത്സരിച്ചിട്ടേ ഇല്ല?
കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. ഞാൻ 2010 എന്റെ വാർഡിൽ മത്സരിച്ചിരുന്നു. അന്ന് അഷ്റഫ് KM തന്നെയാണ് ഞാൻ മത്സരിച്ചത്. അപ്പം പല സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പല മാധ്യമങ്ങളിലായി എങ്ങനെ ഒരു വാർത്ത കണ്ടു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താങ്കൾ അതൊക്കെ വ്യാജ ബഡാജെ പ്രചരണമല്ലേ? അതൊക്കെ വ്യാജ മീഡിയ ചാനൽ പറയുന്ന മീഡിയ വണ്ണൊക്കെ ആദ്യം മുതൽ അവസാനം വരെ ഈ പറയുന്ന അവിടെയുള്ള ലീഗിൻ്റെ UDF സ്ഥാനാർത്ഥി അതേ സെയിം പേരുള്ള ഒരാൾ, അയാൾക്ക് അങ്ങനെയൊന്നും അല്ലായിരുന്നു പേര്. കഴിഞ്ഞ കാലങ്ങളിൽ മത്സരിച്ചപ്പോൾ വേറെ പേരായിരുന്നു. ഇന്ന് സാമ്യ അപരൻ ഡൗട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള നിരന്തരം പറഞ്ഞിരുന്നു അല്ലേ, നിരന്തരം പറഞ്ഞിട്ടില്ലേ. ഈ സീതാവൂദ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, സീതാവൂദിന് ഭയങ്കര ബുദ്ധിജീവിയോടൊക്കെയാണ് പറയുന്നത്. അഷ്റഫ് എന്ന ബഡാജെ എന്നുള്ള ഒരു പേരിലായിരുന്നല്ലോ മുമ്പ് മത്സരിച്ചത്, കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. ഇപ്പം അയാൾ എന്ത് ചെയ്ത് ഈ KM അഷ്റഫ് ആക്കി. സത്യം പറഞ്ഞാൽ അയാൾ കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടുണ്ടോ? അയാൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ. കളവല്ലേ ദാവൂദെ നീ പ്രചരിപ്പിക്കുന്നത്, ഒരു ഉളുപ്പുമില്ലാതെ നിനക്ക് അല്ലേ. അയാൾ 2010 മത്സരിച്ചിട്ടുണ്ട് അയാൾ വാർഡിൽ. അത് അയാളെ ഈ പറയുന്ന KM അഷ്റഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. എന്തിനാണ് ഈ മീഡിയ വൺ അതിൻ്റെ തുടക്കം മുതലേ ഇതുണ്ട്. അപരൻ പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കുന്നത്, എന്തിനാണ് തരം താവുന്നത്? കഷ്ടമുണ്ട്. നിങ്ങളുടെ ഒരു ഡൽഹിയിലുള്ള ഒരു വലിയ എന്താ പറയുക, അയാളുടെയൊക്കെ എന്താ പറയുക ഇന്നലകളെ എടുത്ത് പരിശോധിച്ച് നോക്കി വളരെ പരിതാപകരമാണ്. കാരണം ഒരു മാധ്യമ പ്രവർത്തകനെ, മലയാളിയായ മാധ്യമ പ്രവർത്തകനെയൊക്കെ ഉറ്റുകൊടുത്ത് RSSനോടൊക്കെ ഉറ്റുകൊടുത്തിട്ട് ജയിലിലാക്കിയതിലൊക്കെ പങ്കുള്ള ഇതുപോലെയുള്ള ആൾക്കാർ എന്ത് താല്പര്യത്തിനാണ് നിങ്ങളെ, എന്താണ് നിങ്ങൾ ഈ പ്രത്യേകിച്ച് മീഡിയ കൊണ്ടും മാധ്യമം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? അതാ പൊതുസമൂഹത്തോട് നിങ്ങൾ പറയണം. കാരണം സീതാവൂദൊക്കെ വന്നിട്ട് ഓരോ വിഷയത്തിലും വലിയ ആധികാരികമായിട്ട് എന്ത് സംസാരിക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ മീഡിയ വണ്ണിനെതിരെ ആരോ കമൻ്റ് ഇട്ട് കളഞ്ഞാലും, അങ്ങനെ കമൻ്റൊന്നും ഇടാൻ പാടില്ലാത്ത എന്തോ ഒരു വലിയ സംഭവമാണ്. എന്തിനാണ് കമൻ്റ് ഇട്ടത്? കളവ് പ്രചരിപ്പിച്ചതിൻ്റെ പേരിലല്ലേ. അതുമാത്രമല്ല, കേരളത്തിൽ മഞ്ചേശ്വരത്ത് മാത്രമേ BJP ജയിക്കൂ എന്നുള്ള രീതിയിൽ SDP മത്സരിക്കുന്ന ഒരു മണ്ഡലത്തെ ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് ഓവർ ടൈം എടുത്തിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞില്ലേ. നിങ്ങൾക്ക് ഈ പറയുന്ന BJP വേറെ ഒരുപാട് മണ്ഡലങ്ങളുണ്ടല്ലോ സെക്കൻഡായിട്ടുള്ളതില്ലേ ജയിക്കുമെന്ന് ഉറപ്പായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ 3ാം സ്ഥാനം. നിങ്ങൾ PR വർക്ക് നടത്തുന്ന UDF 3ാം സ്ഥാനമാണ്. എന്തൊന്നും പറയാൻ. അപ്പോൾ ദാവൂദെ നീയൊക്കെ ഏത് ലെവൽ വരെ എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഒക്കെ നിന്നെയൊക്കെ സ്വരൂപം ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. നിൻ്റെയൊക്കെ മനസ്സിൻ്റെ ഉള്ളറകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ദാവൂദെ നിൻ്റെ പണിയായിട്ട് നീ പോട്, അതിന് പ്രയാസമൊന്നുമില്ല. പക്ഷെ നീ വലിയ മാന്യനാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യരുത്, നീ മുന്നോട്ട് വരരുത്. കാരണം നിൻ്റെ കള്ളത്തരങ്ങളും നിൻ്റെ ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നൊക്കെ കിട്ടുന്നതൊക്കെ എടുത്തിട്ട് വലിയ ആധികാരികമായിട്ട് നിൻ്റെ ഈ ഒരു പറയലുണ്ടല്ലോ, അതൊക്കെ പൊള്ളയാണ്. നീയൊക്കെ ഈ രീതിയിൽ ഒരു ഫ്രോഡിൻ്റെ മരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളിലും നിൻ്റെ സംസാരത്തിലൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതെന്തായാലും നന്നായി. നിന്നെയൊക്കെ തിരിച്ചറിയാൻ പറ്റിയല്ലോ, പൊതുസമൂഹത്തിന് നിന്നെയൊക്കെ തിരിച്ചറിയാൻ പറ്റിയല്ലോ. എന്തായാലും നന്നായിട്ടുണ്ട്.